നമസ്കാരം, സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ ನಗುಮೋಮು ಗನಲೆ ನೀನ ಜಾಲಿ ತಿಳಿಸಿ ನಗುಮೋಮು ಗನಲೆ ನೀನ ಜಾಲಿ ತಿಳಿಸಿ ನಗುಮೋಮು ಗನಲೆ ನೀನ ಜಾಲಿ ತಿಳಿಸಿ ನಗುಮೋ ಮೂಗನಲೆ ನಾಜಾರಿ ತಿಳಿಸಿ ನನು ಬ್ರೋವರ ಶ್ರೀ ರಘುವರನಿ ನಗುಮೋ ಓ ಮೂಗನಲೆ ನಾಜಾರಿ ತಿಳಿಸಿ ನನು ಬ್ರೋವರದ ಶ್ರೀ ರಘುವರನಿ ನಗುಮೋ എന്തൊരു തുടക്കം, എന്തൊരു തുടക്കം. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് മില്ലേനിയം ബീറ്റ് റൗണ്ടിൽ പാടാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം പാർവണക്കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം പാർവണ. മാനം തുടക്കണ് നേരം വെളുക്കണ് കാണാൻ കൊതിക്കണ് തൂവൽ വിരിക്കണ് കൂവൽ വിളിക്കണ് കാണാൻ തുടിക്കണ് കണ്ണ് കണ്ണ് തണ്ണ് കണ്ണ് കണ്ണ് താനന്നാന കണ്ണ് കണ്ണ് തണ്ണ് കണ്ണ് കണ്ണ് താനന്നാന ഞാനണിഞ്ഞ
കണ്ണ് താനനനാനാ. കണ്ണ് 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 താനനനാനാ. കണ്ണ് കണ്ണ് പാർവണ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. താങ്ക് യു. ചോദിക്കാം നമുക്ക്. ചേച്ചി പാർവണ കുട്ടി, എന്തോ എനിക്ക് വളരെ വിഷമം ആയി. എന്ത് പറ്റി ചേച്ചി? ഞാൻ പാർവണയിൽ നിന്ന് ഇതല്ല ശരിക്കും പ്രതീക്ഷിച്ചത്. ഞങ്ങൾ ആരും പാർവണ വന്ന് നിന്ന ഒരു മിനിമം ഗ്യാരണ്ടിയാണ് പാടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു അത് എന്താണേലും നന്നായി പാടും എന്നുള്ളൊരിതറിയാം. അപ്പം ഇത് നല്ലൊരു പാട്ട്, എം ജയചന്ദ്രൻ ചേട്ടൻ്റെ ഒരു നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടാണ്. അതും ശ്രേയാ ഘോഷാൽ അസാധ്യമായിട്ട് പാടിയൊരു പാട്ട്. പാർവണ ഇങ്ങനെ പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സൂപ്പറായിരുന്നു. ഞാനണിഞ്ഞ പൊട്ടുപോലെ ചോന്നിരിക്കണേ, ദൂരമേലെ വന്നു നിന്ന സൂര്യദേവര്. അമേസിങ്, വണ്ടർഫുൾ. ഫസ്റ്റ് ഞാൻ പതുക്കെ എഴുതി തുടങ്ങി. ആഹാ, ഗുഡ് ഫീൽ. ആ നല്ല രസമായിട്ട് എക്സ്പ്രഷൻസ്, ഗുഡ് എക്സ്പ്രഷൻസ്. ആഹാ, ഇങ്ങനെ ഓരോന്ന് എഴുതി പിന്നെ അതവിടെ വച്ചു. ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു മാം. കാരണം മോള് പാടി വെച്ചിരിക്കുന്ന മോളുടെ പ്രസൻറ്റേഷൻ ആൻഡ് മോളുടെ മൈക്ക് ടെക്നിക്ക്, അതെല്ലാം ശരിക്കും ഇത് ഇപ്പം ഇവള് പാടിയ ഒരു സംഭവം എല്ലാവരും ഇത് ഈ പ്രായമുള്ള കുട്ടികളൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ. എല്ലാം താങ്ക് യു മാം. ഇപ്പം എത്രയോ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് ശ്രേയാജിയുടെ ആ ഒരു ശബ്ദം കിടന്ന് അത്രയും കേരളത്തിനെ അങ്ങ് മനോഹരമാക്കുക. അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തൊരു സിംഗറാണ്. അപ്പം ശ്രേയാ ഘോഷാലിൻ്റെ പാട്ടുകൾ എടുക്കുമ്പോൾ എല്ലാവരും ഒരു എക്സ്ട്രാ ബ്യൂട്ടി വോയിസിൽ കൊടുക്കാനായിട്ട് എല്ലാവരും കുട്ടികൾ ശ്രദ്ധിക്കണം. കാരണം ആ ഇത് നമ്മളുടെ കാതിലിങ്ങനെ അലയടിച്ച് നിൽക്കുകയാണ്. മോൾ അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്തു. താങ്ക് യു മാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക പാർവണയിൽ നിന്ന് ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചത്. ഓ എന്താ പറയാ പാർവണ, പ്രോപ്പർ റെക്കോർഡിംഗ് സ്റ്റുഡിയോ മെറ്റീരിയലാണ് പാർവണ കേട്ടോ. താങ്ക് യു സർ. ആരാ പറയുന്ന ഒരു മ്യൂസിക് കമ്പോസർ ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു വിളിക്കും, ഉറപ്പായിട്ടും വിളിക്കും, അതൊരു സംശയം വേണ്ട. ഞാനിപ്പോഴല്ലേ കേൾക്കണേ, അതുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ്. അത് പാർവണയിൽ ഞാൻ കണ്ട ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഭയങ്കര വേഴ്സറ്റൈലാണ്. എന്ത് ടൈപ്പ് പാട്ടും പാർവണ പുഷ്പം പോലെ പാടും. അതും വേറൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ആ പാട്ടിനനുസരിച്ച് വോയിസും മോൾഡ് ചെയ്യും എന്നുള്ളതാണ്. അത് ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ്, അതൊരു കഴിവാണ്. ഓൾ ദി ബെസ്റ്റ്. ഷാനിക്ക. ഹരിച്ചേട്ടാ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നന്നായിട്ട് പാടി മോളെ. നല്ല നല്ല സോങ് സെലക്ഷൻ, ഒരുപാട് എക്സ്പ്രഷൻസ് ഡിമാൻഡ് ചെയ്യുന്നൊരു സോങ് ആണ്. ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റത്തെ കണ്ണ് അത് പാടാവോ? അങ്ങനെയാണല്ലേ. സോ അതിനൊരു ക്ലാരിറ്റി അത് എനിക്ക് അതിന് നോട്ട്സ് ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, ക്ലാരിറ്റി കുറവ്. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, ചെറിയ കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ കോറസ് എഴുതി വെച്ചേക്കുന്നത്, കോറസ് ക്ലാരിറ്റി ഇല്ലായിരുന്നു. നിങ്ങൾ പാടുന്നതിന് കുറച്ചും കൂടി ഒരു വ്യക്തത വന്നിരുന്നെങ്കിൽ രസമായിരുന്നു. പാടി, പക്ഷെ നിങ്ങൾ പാടുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പാടണം. എന്തായാലും പുറത്ത് കേൾക്കും നമ്മൾ പാടുന്നത് അല്ലേ. അപ്പോൾ അതങ്ങ് നേരെ കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് പാടിയാൽ മതി. പിന്നെ ഹേ, ആ ലാസ്റ്റത്തെ ഒരു ഹേ ഇല്ലേ, മാനം, അതിന് മുമ്പുള്ള അത് നേരത്തെ പാടിയപ്പോഴത്തേക്ക് ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം ഞാൻ വെരി നൈസ് എക്സ്പ്രഷൻസ് ഇതൊക്കെ തന്നെ എഴുതി വെച്ചേക്കുന്നു. പിന്നെ ആദ്യത്തെ മാനം കുറച്ച് പിച്ചൗട്ടായി, മാനം അത് മാത്രമേ ഉള്ളൂ. എനിക്കല്ലാതെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രസമായിട്ട് പാടി. മോളുടെ വോയിസിന് ലൈക്ക് ചില വോയിസസ് മൈക്കിന് ഭയങ്കര ഇഷ്ടപ്പെടും. മൈക്കിന് ഇഷ്ടപ്പെടുന്ന വോയിസസ് ഉണ്ട്, പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അതങ്ങ് സിങ്ക് ആവും. അങ്ങനെ ഒരു വോയിസാണ് മോളുടെ. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ.
മാർക്സ് വെക്കാം. നല്ല കമന്റ്സ്. അപ്പൊ ഇനി നമുക്ക് മാർക്സ് അറിയാം. ഓക്കെ, ഷാനിക്ക. പറയണ ഓ 9.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി ഡെഫിനറ്റ്ലി 10. താങ്ക് യു മാം. ഹരിച്ചേട്ടാ 9.5. താങ്ക് യു സർ. 29 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ. അപ്പൊ നല്ല മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പെർഫോമൻസ് ഇതുപോലെ തന്നെ അടിപൊളിയാക്കാം. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അപ്പൊ അടുത്ത പെർഫോമൻസിലേക്ക് പോവാം. വിളിക്കൂ, ഓടി വാ. ഹരിച്ചേട്ടന്റെയും ഷാനിക്കയുടെയും ബെസ്റ്റ് ഫ്രണ്ടാ വരാൻ പോകുന്നത്. അറിയാം. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടാവും. തക്കാളി കുട്ടനാണോ? ആ വിളിക്കവനെ. വിളിക്കട്ടെ തക്കാളിക്കുട്ടനെ. ക്വസ്റ്റ്യൻ ഉണ്ട്. അതെ, ഉണ്ടല്ലേ? അതെ. ചേച്ചി എല്ലാം വെച്ചോ. ഓക്കെ, ചോദിക്കാം. ഹരിച്ചേട്ടാ പാർത്ഥിവേ, എന്തോ എന്തൊക്കെയുണ്ട്? ഉഷാറായി. സുഖമായിട്ടിരിക്കുന്നു. ഓ, ഈ പാർത്ഥിവിനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ, പഴയ പാർട്ടി. ഒരു പച്ചക്കിളിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. സത്യം എന്ത് രസാ കാണാൻ. തത്തമ്മ. തത്തമ്മ. ആരെ കളർ സെലക്ട് ചെയ്തേ? അതോ, അത് എന്റെ അച്ഛനും അമ്മയും നൈസ്. നല്ല രസമുണ്ട് നല്ല മോനെ കാണാൻ. രസാണ്. കേട്ടോ? തയ്പ്പിച്ചതല്ലേടാ? തയ്ച്ചതാ തയ്ച്ചതാ. ആ, അതാ ഇങ്ങനെ ഒരു റെഡിമെയ്ഡ് ഇത്രയും കിട്ടത്തില്ല ഭംഗിയായിട്ട്. അപ്പൊ മോനെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. മോന് ചേരുന്ന ഒരു പാട്ടും കൊണ്ടാ വന്നത്. രസമായിട്ട് നല്ല ക്യൂട്ടായിരുന്നു കാണാനും കേൾക്കാനും. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇന്നത്തെ പെർഫോമൻസ്. താങ്ക് യു സാർ. പിന്നെ ഇതില് സംഗതീസ് ഒക്കെ ഇപ്പൊ ഞാൻ എങ്ങനെ ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ കുറച്ച് സ്ലിപ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ആ ഒരു പാട്ടിന്റെ ഒരു മൂഡ് കിട്ടി. അതിലാ അത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പൊ ഈ പ്രായത്തില് അത് ഇതില് വീഴുന്നില്ല. 2-3 സ്ഥലത്തൊക്കെ കിട്ടുകയും ചെയ്തു, 2-3 സ്ഥലത്തൊക്കെ പോവുകയും ചെയ്തു. അതാണ് ഞാനും പറയാൻ വന്നത്. ചില സ്ഥലത്തൊക്കെ കിട്ടിയത്, ചില സ്ഥലത്ത് കൈ മാത്രമേ കിട്ടിയുള്ളൂ, ശബ്ദത്തിൽ വന്നില്ല. നമുക്കൊന്ന് പാടി നോക്കാം. രാസാത്തി ഉന്ന രാസാത്തി ഉന്ന ആ ഉന്ന രാസാത്തി ഉന്ന. ആ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ സ്പീഡ് കൂട്ടണ്ട. ഇപ്പം താരാര താരാ താര, അപ്പം അവിടെ രാസാത്തി ഉന്ന അങ്ങനെ സ്പീഡ് കൂട്ടുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വരുന്നത്. ഒന്ന് സ്ലോ ആയിട്ട് പാടി ചോദിക്കുക, ടെമ്പോയിൽ തന്നെ. 3, 4. രാസാത്തി ഉന്ന. ആ അത്രേ ഉള്ളൂ കേട്ടോ. നമുക്കതങ്ങ് കേട്ടാ മതി, ഒരുവിധം ഒന്ന് കിട്ടിയാൽ മതി. പിന്നെ കണ്ണുക്കൊരു വണ്ണക്കിളി ഒന്ന് പാടാവോ? കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീ താനമ്മ. ആ ഇതിപ്പോ ഒറ്റ ബ്രത്തിനല്ലേ നമ്മൾ പാടിയത്. ആ. അപ്പൊ എന്തുകൊണ്ട് നേരത്തെ ആ ബ്രത്ത് കിട്ടിയില്ല? എനിക്ക് വ്രത്ത് എടുക്കാൻ ഞാൻ ഇപ്പൊ കിട്ടിയല്ലോ. അത് ഞാനിപ്പോ കുറച്ച് ടൈം എടുത്ത് ഞാൻ ടൈമിംഗ് അല്ല, അപ്പൊ ബീജി നടക്കുകയല്ലേ. അപ്പൊ ബീജി നടക്കുമ്പോൾ നമുക്ക് സമയമില്ലേ. അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് പ്രിപ്പയർ ആവുക, അടുത്ത ലൈനിന് വേണ്ടി ആ ബ്രത്ത് എടുക്കുക. അല്ലെങ്കിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒന്ന് പാടിക്കേ. കണ്ണുക്കൊരു കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീ താനമ്മ. നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോ മോനെ ഒറ്റ ബ്രത്തിൽ പാടാൻ പറ്റും. പക്ഷേ ഇതിന് റിപ്പീറ്റും ഉണ്ടല്ലേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി പാടും. അപ്പൊ നമുക്കിതിൽ ബ്രത്ത് എടുക്കാനുള്ള സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്സ് ഉണ്ടല്ലോ. കണ്ണുക്കൊരു വണ്ണക്കിന് താണ് കരത കണ്ട താന തന താന തന താന തന താന തന താന. അറിയ പോലും അറിയില്ല. അപ്പൊ മനസ്സിലായി ഞാൻ പറഞ്ഞത്. ഹരിച്ചേട്ടൻ breath എടുത്തത് തന കണ്ടോ? താന തന താന തന താന തന താന തന താന തന താന. ഞാൻ ബ്രത്ത് എടുത്ത് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞോ? ഇല്ല. ഇല്ല. അപ്പൊ ആ കണ്ണ് ഒരു സ്റ്റോപ്പ് ഉണ്ടല്ലോ അവിടെ. കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുയിൽ ആ അങ്ങനെ എടുക്കരുത്. അങ്ങനെ കാത് കൊരു കാത് കാത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പില്ലേ? കാത് കുരുകാനക്കുയിൽ നെഞ്ചു. ആ നെഞ്ച്. അത് നമ്മൾ ഇപ്പോഴേ ട്രെയിൻ ചെയ്യണം അങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ടെക്നിക്സ് നമ്മൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബ്രത്ത് എടുക്കേണ്ട ഒരു സ്ഥലം ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ നമുക്ക് ഒപ്പിക്കാം. അപ്പൊ മോനെ ബാക്കിയൊക്കെ നന്നായിട്ട് പാടി. എനിക്ക് ഭയങ്കര രസമായിട്ട് ചരണമൊക്കെ ഭയങ്കര രസമായിരുന്നു. മങ്കൈ ഒരു ഗംഗൈ എന
മന്നൻ ഒരു കണ്ണൻ എനക്കാതിൽ ഒരു കാതൽ കഥ സൊന്നാൽ എന്ന. അവിടെയും ശരിക്കും ഒറ്റപ്പുറത്തിലായിരുന്നു പാടേണ്ട, എനിക്ക് കിട്ടാതെ ഇല്ല, അവിടെ നന്നായിട്ട് ഒരുവിധം പാടി. അതെ, അതിന്റെ ഒരു- ചെറിയ അവിടെ അത് അതിന് മുമ്പ് കട്ട് ചെയ്യണ്ടായിരുന്നു. അതൊരു ഒറ്റ വാക്കായോണ്ട് കാതിൽ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോ. പക്ഷെ നമ്മുടെ ആ മറ്റേ ലൈൻ എങ്ങനെ പാടണമെന്ന് ഒരു ഐഡിയ കിട്ടിയില്ലേ ഇപ്പം? ആ അതൊന്ന് ചുമ്മാ ഇങ്ങനെ ട്രെയിൻ ചെയ്യും കേട്ടോ. വീട്ടിൽ പോയി ചുമ്മാ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ഓക്കെ അപ്പൊ സൂപ്പർ. ഓക്കെ സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക പാർത്ഥിവേ എന്തോ കലക്കിയല്ലോടാ നീ. നല്ല ഫീൽ ഉണ്ടായിരുന്നു എനിക്ക്. ആകെ തെറിച്ചു നിൽക്കുന്നത് രാസത്തി ഉന്നയുടെ ആ പ്ലാൻ. പിന്നെ അതുപോലെ ബ്രെത്തിന്റെ കാര്യം, ഞാനിവിടെ സിംഗിൾ ബ്രെത്ത് അത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് പ്രോപ്പർ പ്രാക്ടീസ്. പക്ഷെ ഈ ലങ്സിന്റെ ഉള്ളിൽ എത്ര എയർ കൊള്ളാനല്ലേടാ, ഈ കുഞ്ഞി ലങ്സിനകത്ത്. നമ്മുടെ കൈന്റെ അത്ര ഉള്ളു. ഈ ലെൻസിന്റെ വലിപ്പം എത്ര ഉണ്ടോ നോക്കാനുള്ള ടെക്നിക്ക് അത്. എന്റെ കൈന്റെ അത്ര ഉണ്ട്. ആദ്യമായിട്ടാ ഞാനിങ്ങനെ ലങ്സിന്റെ വലിപ്പം ഒരു കൊച്ചു കൈ കൊണ്ട് കാണിക്കണത് കാണുന്നത്. ഇത്രയും ഉണ്ടാവും എന്റെ lungs. ആണോ മോന്റെ ലങ്സ്? ഓ ശരി. ആ ലങ്സിന്റെ അകത്ത് ഇത്ര കാറ്റേ കൊള്ളുള്ളൂ ചേച്ചി. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യം. അവൻ ഇന്നലെ എന്നെ എന്താ വിളിച്ചെന്നറിയോ? നമ്മൾ രണ്ടുപേരും ഗുണ്ടുമണികളാന്ന്. ബോഡി ഷേമിങ്. എടാ നീ എങ്ങനെ പറഞ്ഞോ? എന്താ പറഞ്ഞേ? നമ്മള് രണ്ടുപേരും കുറച്ച് ഗുണ്ടുമണികളാണ്. അപ്പൊ ചേച്ചി എന്താ പറഞ്ഞേ? ശരിക്കും ഞാൻ ഒരു മാർക്ക് കുറയ്ക്കണം. അത്രേ ഉള്ളൂ മോനെ, നന്നായിട്ട് പാടി കേട്ടാ. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി മക്കളെ, പാർത്ഥിവ കുട്ട, നിന്റെ പാട്ട് നീ പാടണ കാരണം ഒരു പ്രത്യേക അഴകാണ്. ഇപ്പം മോന്റെ പ്രായത്തില് ഈ കുഞ്ഞു പ്രായമാണ്. അപ്പോൾ അതിൽ ഇനിയിപ്പം ആ സംഗതികളൊക്കെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു മോൻ കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്രായമായി ആ ഒരു എക്സ്പീരിയൻസ്ഡായി സൗണ്ടൊക്കെ മാറിക്കഴിയുമ്പോഴും നമുക്ക് ആ ഉന്നേ കാണാതെ നെഞ്ചിലുള്ള സംഭവം പിടിക്കണം കേട്ടോ. ആ സംഗതി ഉന്നയിൽ ഇപ്പം നമ്മളിപ്പം ഇനി ഇപ്പം എത്ര പാടിച്ചാലും അത് ഇപ്പം അത് മനസ്സിലാവില്ല. പക്ഷേ ഷാൻ പറഞ്ഞ പോലെ ആ സെക്കൻഡ് ചരണം ഞാൻ നന്നായി എൻജോയ് ചെയ്തു. നല്ല മിടുക്കൻ പാട്ടുകാരനാണ്. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. ഹരിച്ചേട്ടാ 8.5. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക കുട്ടാ എന്തോ 8.5. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ചേച്ചി അതാ കുഞ്ഞിന്റെ ഒരു പ്രായമൊക്കെ നമ്മളൊന്ന് കണക്കിലെടുക്കണ്ടേ. സോ 8.5. താങ്ക് യു. താങ്ക് യു ചേച്ചി. എന്നോട് പറയണ്ട, എനിക്കറിയാം എത്ര ഉണ്ട്. 24.5. 25.5. കുറച്ച് മതി. പറഞ്ഞൂടെ വന്നിട്ടുണ്ട്. നല്ല പാട്ടൊക്കെ പാടി തന്നേതാ അടിപൊളി. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ബൈ ബൈ കൊടുത്തേക്ക്. ബൈ. ഷാനിക്കെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ഓ നമുക്ക് അധികം നേരം ഇങ്ങനെ നിർത്താൻ പറ്റില്ല, അതാ. ആണോ? അപ്പൊ ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ, വേഗം വാ. ഷാനിക്ക, ഒട്ടും ടെൻഷൻ ഇല്ല ഞാൻ അല്ലേ? ആ സൗണ്ട് ഒന്ന് കേട്ടോ. എന്തിനാ ഇത്ര ടെൻഷൻ? എനിക്ക് ടെൻഷനൊന്നുമില്ല. നന്നായി വേർക്കുന്നുണ്ടല്ലോ. ഇല്ല. ഷാനിക്കക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാ. എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടാണ്. ഓക്കെ, ഭയങ്കര ക്ലൂ ഒന്നും ഞാൻ തരില്ല. ആൾ ആരാണെന്നുള്ളത് നമ്മളിപ്പോ കണ്ണ് കെട്ടും ഞാൻ ഷാനിക്കയുടെ. എന്നിട്ട് ഞാൻ ഇവിടെ ആളെ കൊണ്ട് നിർത്തും. എന്നിട്ട് ഒന്ന് തൊട്ടൊക്കെ നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അത് കൊള്ളാലോ. ഓക്കെ, അപ്പൊ കണ്ണ് കെട്ടി. ഇനി നമുക്ക് ആളെ കൊണ്ടുവരാം. കൊണ്ടുവരാം. ഷാനിക്ക, ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആളെ അപ്പൊ കൊണ്ടുവന്നു. ഞാൻ കൈ തരാൻ പോവാ. ഒരു മയത്തിലൊക്കെ ഒന്ന് മര്യാദക്ക് പിടിക്കണം. ആണോ? ആ ഓ, ഇത് ഇമ്മണി വലിയ കൈയാണല്ലോ. ഇതുപോലത്തെ ഒരു കൈയല്ല പ്രതീക്ഷിച്ചത്. ആ, അത് ഷാന്റെ നിപ്പുണ്ടോ? ആണ് ആണ് ആണാണ്. ആണാണെന്ന് ഉറപ്പിച്ചല്ലേ? ആ, ആണാന്ന് ഉറപ്പിച്ച്. ആ. എഴുതുന്ന കൈയാണോ? അതൊന്നും ഞങ്ങള് പറയില്ല. പിന്നെ നീ ഏതെങ്കിലും ക്ലൂ അടക്കി. ഷാനിക്കയ്ക്ക് ഇപ്പൊ കൈ തൊട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല, കൈ തൊട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല. എന്നാ ഞാൻ ക്ലൂ തരട്ടെ. ആ, ക്ലൂ താ. കോഴിക്കോടുണ്ട്, പാലക്കാടില്ല. കോഴിക്കോടുണ്ട്, പാലക്കാടില്ല. ആടിലുണ്ട്, ആട് ജീവിതത്തിലില്ല. മതിയാ? ഇനി വേണോ? ഡോക്ടറാണോ? അതെ അതെ. ഹോമിയോ ഡോക്ടറാണോ? അതെ.
വെൽക്കം ഞാൻ വരാം, മിസ്റ്റർ മനു മഞ്ചേരി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സർപ്രൈസ്? അടിപൊളി. നമ്മള് എന്ന് പറയുന്നത് എന്താ പറയാ, കരിയറിന്റെ പല ഭാഗങ്ങളിലും ഒരുമിച്ചുണ്ടായ രണ്ടാളുകളാണ് നമ്മൾ. ഒരുമിച്ച് തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഞങ്ങൾ ഇപ്പൊ കൂടെ പറഞ്ഞോളൂ ഷാനിക്കയുടെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് മൺചേട്ടനാണ്. ഓക്കെ, പറയൂ നിങ്ങളുടെ ആ ഒരു ആത്മബന്ധത്തെ കുറിച്ച്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആ. മന്ദാരമേല് അതെ. തുടങ്ങി, ആടില് നമ്മളുടെ എന്താ പറയാ വേറെ സാധനം. ഇപ്പം പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരുടെ അഴിഞ്ഞാട്ടമാണ് അപ്പൊ. അതിനിടയ്ക്ക് ഓർമ്മയുണ്ടായി മുഖം ചെയ്തില്ലേ? ഓർമ്മയുണ്ട് എന്റെ അദ്ദേഹം എന്റെ ഫസ്റ്റ് സോങ് മനുചേട്ടനും ഷാനിക്കയുടെ കോമ്പിനേഷനിലായിരുന്നു ഞാൻ പാടിയത്. പിന്നെ അതിനുശേഷം നമുക്ക് തിരുവാമണി രാവ് ചെയ്യാൻ പറ്റി. തിരുവാമണി രാവ്. വേറെന്താ വേണ്ടത്? ഓണത്തിന് ആ ഏത് പാട്ടില്ലാണ്ട് ഓണം വന്നു ഒന്നുമില്ല. കഴിഞ്ഞാൽ ഇവന്റെ വരിയാണ് എല്ലാവരും പാടുന്നത്. അതെ, ഫസ്റ്റ് ലൈനിലെ ആ സംഗീതത്തിലെ കംപ്ലീറ്റ് മലയാളം വന്നു കഴിഞ്ഞു അവിടെ. ആ കേരളത്തെ ആ ഉത്സവം വിനീതേട്ടൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഷാനക്ക് ആദ്യം വായിച്ചത് തന്നെ ഈ ട്യൂണിലാണ്. അതെ 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 അതെ. ആ, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാല് എടാ മനു ഇത് അവനെ ഏൽപ്പിക്കാം, വിശ്വസിച്ചിട്ട് നമുക്ക് ഏൽപ്പിക്കും. ഇപ്പൊ ഈവൻ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ പറഞ്ഞ ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ആന്തം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സംഭവമാണ്. അതൊരു തട്ടിക്കൂട്ട് പരിപാടി അല്ലാതെ എനിക്കതൊരു പ്രോപ്പർ ആന്തമായിട്ട് വേണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ഞാനത് കൊടുത്ത ആദ്യത്തെ വ്യക്തി ഇതാണ്. ഞാൻ രണ്ടാമത് ചിന്തിച്ചിട്ടില്ല. കിഡിലോസ്കി സാധനം എനിക്ക് എഴുതി തന്നു. സൂപ്പർ. ചില വരികൾ ഇതുപോലെ മരിച്ചാണ്ട് കൂടെ ഇപ്പൊ ഷാനിക്കയുടെ കൂടെ ഒരുപാട് കോമ്പിനേഷൻ ചെയ്യുന്നത് എനിക്ക് ഇതുപോലെ കിളിയെ പാടിയപ്പം അഴകെ ചങ്കുലയ്ക്കണ ചോദ്യം, ഇത് അവിടെ ഒരു എൻട്രി ഉണ്ട്. ഇതാണ് പറഞ്ഞത് ഹരി, ഒരു എൻട്രി ഉണ്ട് അവിടെ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു എൻട്രി പാടണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു വരികൾ വേണം. ആ വരികളാണ് ശരിക്കും അതിൽ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയത്. എനിക്ക് തോന്നുന്നു മനുഷ്യൻ ഇവിടെ നിൽക്കുമ്പോ ഹരിച്ചേട്ടൻ ആ കിളിയെ ഒരു 2 ലൈൻ പാടണം. ഞാൻ ഒരുപക്ഷെ കിളിയേക്കാളും എനിക്ക് ഈ ഒരു മൊമെന്റിൽ പാടാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പയ്യെ പയ്യെ എന്ന് പറഞ്ഞ പാട്ടാണ്. അതെ, നമ്മുടെ പാട്ട്. ഇക്കയും മനുചേട്ടനും കൂടി എഴുതി, എന്താ പറയാ, തിയേറ്ററിൽ ആദ്യമായിട്ട് പോയിരുന്ന എന്റെ ശബ്ദം കേട്ട സോങ് അതായിരുന്നു. ബിനി ചേച്ചി, 2 ഫ്രണ്ട്സിനെയാണ് നമ്മളിവിടെ കണ്ടത് ഇപ്പോ. അത് 2 ചെറിയ ഫ്രണ്ട്സ് അല്ല, വലിയ എന്താ പറയണ 2 ഗ്രേറ്റ് മ്യൂസീഷ്യൻസ്, കമ്പോസേഴ്സ്, എന്ത് പറയാം, ലിറിസിസ്റ്റ്. 2 പേരുടെയും കൂടെ ആ ഒരു യോജിപ്പ്, എന്താ സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ എന്ന് പറയും. ഒരു ആളുടെ അതെ. അങ്ങനെ 2 പേരെയും ഈ ഒരു സ്റ്റേജിൽ കണ്ടതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടിന്റെ 2 ക്രിയേറ്റേഴ്സിനെ കാണുമ്പോൾ അതിലേറെ ഭയങ്കര സന്തോഷം. മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് സന്തോഷിപ്പിക്കട്ടെ. അങ്ങനെ അത് ഞാൻ മനസ്സാലെ, നിങ്ങൾ എന്റെ ചെറുതായിരിക്കുന്നാലും എന്റെ ആശീർവാദം ആൻഡ് പ്രേയേഴ്സ്. ഉറപ്പായിട്ട് വരണം. ഇനിയും നിങ്ങളുടെ കോമ്പോയിൽ ഒരുപാട് പാട്ടുകൾ ഉറപ്പായിട്ടും ഉടനെ കൂടും. യെസ്. അപ്പൊ താങ്ക് യു സോ മച്ച് മഞ്ചേട്ടാ. പറ്റുമ്പോ ഇടയ്ക്ക് ഒന്ന് ഗസ്റ്റ് ആയിട്ടൊക്കെ വരാം. പക്ഷെ ഇങ്ങനത്തെ ഒരു മൊമെന്റ് ആദ്യമായിട്ടാണ്. അപ്പൊ അതിന് അമൃത ടിവിയോട് യെസ്. പക്ഷെ പോകുന്നതിന് മുന്നേ മഞ്ചേട്ടാ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വക ചെറിയൊരു സ്നേഹാർപ്പണം. ലാസ്റ്റ് പെർഫോമൻസ് മില്ലേനിയം ബീച്ച് റൗണ്ടിൽ പാടാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം അനുഷ്ക കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം അനുഷ്ക. കൊതി കൊണ്ടു നിന്നു കുയിലേ
എന്താ? ഞങ്ങൾക്ക് കേട്ട് കേട്ട് കൊതി തീർന്നില്ല. ചോദിക്കാടാ നമുക്ക്. ഹരിച്ചേട്ടാ, സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. അനുഷ്കയ്ക്കൊരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഞാനിങ്ങനെ കാണുന്നുണ്ട്. ഇതുവരെയുള്ള ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്, ഒരു ഗ്രാഫ്. സോ അതാണ് എനിക്കിന്ന് ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം. നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് ആണ് പ്രസൻറ്റ് ചെയ്യുന്നത്. എക്സ്പ്രഷൻസ്, മൈക്ക് പ്ലേസ്മെൻറ്റ്, പിന്നെ കുറച്ചും കൂടി ക്ലാരിറ്റി വന്നു വോയിസിനൊക്കെ. നല്ല രസമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. താങ്ക് യു സർ. എല്ലാ എക്സ്പ്രഷൻസും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റ് ഒന്നും എഴുതാതിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാ ഹരിയുടെ പേപ്പർ ഇങ്ങനെ കാലി പേപ്പർ പ്രിന്റ് ആയിട്ട് ഒന്നും എഴുതിയിട്ടില്ല. സുജാത ആൻറ്റി എങ്ങനെയാണോ പാടിയത് അതൊക്കെ മനസ്സിലാക്കി യു പ്രസന്റഡ്. താങ്ക് യു. വെരി നൈസ് പെർഫോമൻസ്. സൂപ്പർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. അനുഷ്ക, എന്താ? അടിപൊളിയായിരുന്നു എൻ്റെ മോളെ. താങ്ക് യു സർ. മോള് കാണിക്കുന്ന ഒരു മേജർ ഇമ്പ്രൂവ്മെന്റ് ആട്ടോ. താങ്ക് ഈ യു സർ. പറഞ്ഞാൽ ഇപ്പം നമുക്ക് വാക്കുകൾ പെറുക്കി എടുക്കാം. ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര എളുപ്പമുള്ള പാട്ടാണ്. പക്ഷെ എളുപ്പമല്ല, ഇത് ഭയങ്കര കൺട്രോൾ ചെയ്ത് പാടേണ്ട ഒരു പാട്ടാണ്. എക്സ്ട്രീം ഹൈസിൽ പോകുമ്പോൾ മാത്രം കുഞ്ഞൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ടെന്നല്ലാതെ ബാക്കി അടിപൊളിയായിട്ട് മോള് പാടി മോളെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി, മോളെ, അപ്പം മോളെ സുജാത ചേച്ചിയുടെയും എം ജയചന്ദ്രൻ ചേട്ടൻ്റെയും അസലായിട്ടുള്ള ഒരു കോമ്പോസിഷൻ, നല്ല സെലക്ഷൻ മോളെ. താങ്ക് യു മാം. മോള് അസലായിട്ട് പാടി. നല്ലൊരു സിംഗറാണ് മോള്. വേണമെങ്കിൽ ഒരു കണ്ണ് കെട്ടാതിരിക്കാൻ എന്താ പറയണ, കുരുന്നിളം തിങ്കളെ പാടിയില്ലേ, ആ തിങ്കളയുടെ അവിടെ ഒന്നുകൂടി ഒന്ന് ഹിറ്റ് ആവായിരുന്നു ആ ഒരു സംഗതി, ഫസ്റ്റ് പാടിയ സംഗതി അതാണ്. അതുപോലെ കണ്ടു അതോ ആ ലൈൻ മാത്രം ഒന്ന് പാടാമോ, ഫസ്റ്റ് ലൈൻ? എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോ കണ്ടു, ആ സുജാത ചേച്ചി അത്രയും ഇങ്ങനെ വളഞ്ഞൊരു പോക്കുണ്ട്. അത് ഇപ്പം സൂപ്പറായി, എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ഒന്നുകൂടെ കേട്ടപ്പോൾ നന്നായിരുന്നു. അവിടെയാണ് ഫസ്റ്റ് 2 ലൈൻസിലാണ് ഫുൾ എക്സ്പ്രഷൻ ചേച്ചി കൊടുക്കുന്നത്. ബാക്കി എനിക്ക് ചരണമാണ് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അസലായിരുന്നു, എല്ലാം നന്നായിരുന്നു. 1-2 കാര്യം ഒഴിച്ചാൽ സൂപ്പറായിരുന്നു. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. താങ്ക് യു ചേച്ചി. അപ്പൊ നമുക്ക് എന്തായാലും മാർക്സ് ചോദിക്കാം. ഓക്കെ, ബെന്നി ചേച്ചി. 9.5. താങ്ക് യു മാം. സൂപ്പർ. ഷാനിക്ക. 9.5. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. എത്ര ആയിരിക്കും? 9.5. 10. താങ്ക് യു. 29 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ, അടിപൊളി. താങ്ക് യു. അപ്പൊ മിൽമ നൽകുന്ന ഒരു സ്പെഷ്യൽ ഹരിച്ചേട്ടാ, ഷാനിക്ക ചേച്ചി, നമ്മളൊരു റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ നമ്മളെ ആ റിയാലിറ്റി ഷോനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ സ്പോൺസേഴ്സ് ആയിരിക്കും അല്ലേ? ഒബ്വിയസ്ലി അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കുട്ടികളെ, നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പോൺസറാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി. അവർക്ക് സെക്കൻഡ് പ്രൈസ് ആണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി സ്പോൺസർ ചെയ്യുന്നത്. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാത് സാർ നമ്മളുടെ കൂടെ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാറിനെ ഒന്ന് വെൽക്കം ചെയ്യാം. അജിത് സാർ ഒന്ന് ഫ്ലോറിലേക്ക് വരണം. അജിത് സർ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ. യെസ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോയ്ക്ക് വേണ്ടി ഒരു സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ഷോ എന്താണ് സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പറയാനുള്ളത്? നമ്മളിപ്പോൾ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടങ്ങൾ മുതൽ നമ്മൾ കണ്ടുകൊടുക്കുന്ന ഒരു ആദ്യത്തെ റിയാലിറ്റി ഷോ എന്ന് പറയാൻ പറ്റും. അതൊക്കെ കണ്ടു കഴിഞ്ഞാണ് സ്റ്റാർട്ടിങ് മുതലേ അറിയാം. അതുപോലെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലേ വീണ്ടും സൂപ്പർ സ്റ്റാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കാണാറുണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ ഫാമിലിയോടൊപ്പം കാണാറുണ്ട്. വളർന്നു വരുന്ന ഒരുപാട് കലാകാരന്മാർ, കലാകാരികൾ. അപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ പരിപാടിയോടുള്ള ഒരു വളരെ വലിയ ഇഷ്ടം കൊണ്ട് തന്നെയാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഈ പരിപാടി സ്പോൺസർ ചെയ്യാൻ തന്നെ കാരണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ അർബൻ ഗ്രാമീൺ സൊസൈറ്റിയെ കുറിച്ചും കൂടെ നമുക്കൊന്ന് പറഞ്ഞു തരുമോ? പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ബേസായി വന്ന ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ്. ഏകദേശം 5 പേരിൽ തുടങ്ങി ഇന്ന് 250 പേരിൽ എത്തി നിൽക്കുന്ന
5-ാം വർഷത്തിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 250 കൂടുതൽ എംപ്ലോയീസിൽ എത്തി നിൽക്കുന്ന ഒരു ഏകദേശം എറണാകുളം മുതൽ കാലിക്കറ്റ് വരെ പ്രസൻസ് ഉള്ള, അതുപോലെ ഇനി കേരള, കർണാടക, മഹാരാഷ്ട്ര പോലുള്ള 3 സംസ്ഥാനങ്ങളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സംരംഭമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് സംരംഭമാണ്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം ഓരോ സ്റ്റേജിലും വളർന്നു വരാൻ, അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും നമ്മൾ കരിയർ വൈസ് ആണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും ഗ്രോ ചെയ്യാൻ നമ്മൾക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കരിയറിലും ലൈഫിലും നല്ലൊരു വിജയം കൈവരിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഉള്ളൊരു സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ഫ്ലോറാണ് ഇത്. തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സൂപ്പർ സ്റ്റാർ പഴയതിനേക്കാൾ കൂടുതൽ ഒരു സക്സസ്സിലേക്ക് എത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് സപ്പോർട്ടിങ്. പക്ഷെ പോകുന്നതിന് മുന്നേ സമയം കണ്ടെത്തി ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു സ്നേഹാദരവ്. ഓക്കെ, താങ്ക് യു. ഷാനിക്ക ഹരിച്ചേട്ടാ ഒന്ന് സ്റ്റേജിലേക്ക് വരാം. Neza gama